മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ചെങ്ങന്നൂരിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടക്കുന്ന പ്രതിഷേധം ഇപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ അപ്പുറത്തേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. സംഘർഷാവസ്ഥയാണ്. പോലീസുമായി ഉന്തും തള്ളുമുണ്ട്. വിവരങ്ങളുമായി പ്രവീൺ, ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. ബാരിക്കേഡ് മറികടന്ന് ചിലർ അപ്പുറത്തേക്ക് കടന്നെത്തുകയും ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ ബാരിക്കേഡ് മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. ഒപ്പം കല്ലും മണ്ണുമൊക്കെ ഇപ്പോൾ പോലീസിന് നേർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചെറിയുന്നുണ്ട്. അത് എറിഞ്ഞ ആളെ പിടികൂടുന്നതിനായി പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലെ ക്യാമ്പ് ഓഫീസിന് തൊട്ടു മുന്നിലാണ് ബാരിക്കേഡ് തീർത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞത്. നാം ഇപ്പോൾ കാണുന്ന ഈ പ്രവർത്തകർ നിൽക്കുന്ന ആ റോഡിന് മുകൾ വശത്ത് മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ആ സ്ഥലത്തേക്കും കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നുമാണ് കല്ലും മണ്ണുമൊക്കെ മറുവശത്ത് നിൽക്കുന്ന പോലീസുകാരുടെ നേർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചെറിഞ്ഞത്. അതേതായാലും പോലീസ് കണ്ടിട്ടുണ്ട്. അത് തടയാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോൾ സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലെ ക്യാമ്പ് ഓഫീസിന് മുന്നിലേക്ക് പ്രകടനവും അതിനുശേഷം ഇപ്പോൾ ഈ സമരം ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നത്. ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡിന്റെ മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. വനിതാ പ്രവർത്തകരും മുദ്രാവാക്യം വിളിയുമായി ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വനിതാ പോലീസും ഈ സ്ഥലത്ത് ഉണ്ട്. പരമാവധി ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ അത് വിജയിക്കുന്നില്ല. ഈ കൊടി കെട്ടിയ കമ്പ്, അത് പ്ലാസ്റ്റിക് വടികൾ ഉൾപ്പെടെ പോലീസിന്റെ നേർക്ക് പ്രവർത്തകർ വലിച്ചെറിയുന്നുണ്ട്. ഏതായാലും മന്ത്രി സജി ചെറിയാന്റെ രാജി അതിൽ തന്നെ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നിർവ്യാജം മന്ത്രി ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, രാജിവെച്ച് മന്ത്രി പുറത്തു പോകണം എന്ന ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും സമരം തുടരുകയാണ്. ഇപ്പോൾ അല്പം സംഘർഷത്തിന് കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും പോലീസ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതൃത്വം അതിന് വഴങ്ങുന്നില്ല. ഇപ്പോഴും ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധിക്കുകയാണ്. 100-ലധികം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങന്നൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് തീർത്ത് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ആദ്യഘട്ടത്തിൽ ഉന്തും തള്ളും നടന്നു. പിന്നീട് വാക്കേറ്റമായി. അതിനുശേഷമാണ് ഈ സമരത്തിന്റെ ഭാഗത്ത് നിന്നിരുന്ന ഏതാനും ചില പ്രവർത്തകർ പോലീസിന് നേരെ മണ്ണും കല്ലുമൊക്കെ വലിച്ചെറിഞ്ഞത്. അതോടുകൂടി പോലീസ് പ്രവർത്തകരെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. കുറച്ച് പ്രവർത്തകരെ അവിടെ നിന്നും ബലം പ്രയോഗിച്ച് നീക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന്റെ മുൻവശത്ത് തന്നെയുണ്ട്. അവർ പോലീസുമായി തർക്കിക്കുകയാണ്. പോലീസുമായി തർക്കിക്കുന്നു. ബലം പ്രയോഗത്തിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് തന്നെ പ്രവർത്തകരോട് സമാധാനമായി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ഭാഗത്തു നിന്നും കല്ലും മണ്ണുമൊക്കെ വലിച്ചെറിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കൾ തന്നെ അത് തടയാനുള്ളൊരു ശ്രമം കൂടി നടത്തിയിട്ടുണ്ട്. ഏതായാലും സമരത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായി തന്നെ മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ചെങ്ങന്നൂരിലെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധ സമരം തുടരുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഇപ്പോഴും വാക്കുതർക്കം തുടരുകയാണ്. മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, മാപ്പ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് CPIM തീക്കള്ളി കൊണ്ട് തലച്ചൊറിയുകയാണ്. മന്ത്രി സജി ചെറിയാൻ
ചെങ്ങന്നൂരിന് തന്നെ അഭിമാനമാണ്. കമ്മ്യൂണിസ്റ്റ് പരിവാർ സംഘത്തെ ജനം ചെറുത്തു തോൽപ്പിക്കും. മന്ത്രി സജി ചെറിയാനെ തങ്ങൾ തെരുവിൽ നേരിടുമെന്നും അങ്ങനെ ഒരു ഭീഷണി കൂടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റം തുടരുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം അതിന്റെ പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് തന്നെ സംഘർഷത്തിന്റെ സാഹചര്യമാണ് ചെങ്ങന്നൂരിൽ. മന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്കാണ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസുമായി ഏറ്റുമുട്ടിക്കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധം തുടരുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്നുണ്ട് കുറച്ച് പ്രവർത്തകർ. ഒരാൾ ബാരിക്കേഡ് മറികടന്ന് പോയി, അയാളെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നുണ്ടായിരുന്നു. ഈ സമരം ശക്തമായി തുടരും. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കല്ലേറും മറ്റും ഉണ്ടായെന്നൊരു പരാതി കൂടിയുണ്ട്. ഒറ്റക്കിട്ട് തിരിഞ്ഞിട്ട് അടിച്ചപ്പോ സ്വാഭാവികമായി കൊടിതോരണങ്ങൾ വലിച്ചെറിഞ്ഞതല്ലാതെ ഒരു കല്ല് പോലും എറിയാനുള്ള ആഹ്വാനം ജില്ലാ കമ്മിറ്റി ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസ് എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇത് ശക്തമായി പ്രതിഷേധം തുടരും. സജി ചെറിയാൻ രാജി വരെ ഈ സമരം തുടരും. കേരളം മുഴുവൻ ഈ സമരം ആളിപ്പടരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചെങ്ങന്നൂരിൽ മാത്രമല്ല, സജി ചെറിയാന്റെ മണ്ഡലത്തിൽ മാത്രമല്ല പ്രതിഷേധമെന്നാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനമാകെയുള്ള പ്രതിഷേധമായിരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു.